ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ. നമ്മൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ എന്തോ അത് നമ്മൾ തന്നെയാണോ അനുഭവിച്ചതെന്നൊക്കെ ആലോചിക്കുമ്പോൾ പേടി വരുന്ന പോലത്തെ ഒരു അനുഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഞാൻ എന്നെക്കുറിച്ച് പറയാം. എൻ്റെ ഉമ്മാക്ക് 5 പെണ്ണും 2 ആൺകുട്ടികളാണ്. അപ്പം 5 പെണ്ണിൽ നമ്മൾ ഒരാളെ കല്യാണം കഴിയാൻ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാവരും കഴിഞ്ഞു. അപ്പം ആളെ വെച്ച് ബാക്കി എല്ലാവർക്കും ഒരേ സമയം വിശേഷം പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതി ഗൈസ്. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എല്ലാവർക്കും അത് റെസ്റ്റുള്ള ആളും ഉണ്ട്, റെസ്റ്റ് തന്നെയാണ്. എല്ലാവർക്കും റെസ്റ്റ് തന്നെയാണ്. അപ്പോഷനായിട്ട് കിട്ടുന്നയാളാണ് അനിയത്തി. അങ്ങനെ പിന്നെ എൻ്റെ കേസ് പിന്നെ ബെഡ് റെസ്റ്റാണ്. പിന്നെ എൻ്റെ വേറൊരു അനിയത്തിക്ക് അവളൊക്കെ ബെഡ് റെസ്റ്റാണ്. പിന്നെ ഒരൊറ്റ ആൾക്ക് മാത്രം നോർമലാണ്, ഒരു പ്രശ്നമില്ലാത്തൊരു പ്രഗ്നൻറ്റ്. അപ്പോൾ എല്ലാവരെയും കഴിയുന്ന ആൾക്കാരെ നമ്മളെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഓരോരാളെയും കൂട്ടിയിട്ട് പോയി. അപ്പം ഞാൻ പോവാഞ്ഞത് എൻ്റെ ഹസ്സിൻ്റെ വീട്ടിൽ വെച്ചാൽ ആൾ ഏജ്ഡാണ്. അപ്പോൾ ഓർക്ക് എന്നെ കെയർ ചെയ്യാൻ കഴിയില്ല. ഓർക്ക് ഒരു കാര്യം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ഒരവസ്ഥയാണ് എൻ്റെ പ്രഗ്നൻസിയിൽ. പക്ഷേ എൻ്റെ പ്രഗ്നൻസിയിൽ ഞാൻ ഒറ്റക്കായിരുന്നു, ഞാനും എൻ്റെ കുഞ്ഞുമോനും. പിന്നെ എൻ്റെ ഒരു അനിയത്തിയുണ്ട്, ഓള് മിംസിൽ പ്രാക്ടീസിന് കയറിയ ടൈമിലാണ്. അപ്പം ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും പറയാനോ കേൾക്കാനോ ഒന്നിനും ടൈമില്ല. രാവിലെ പോകണം, രാത്രി ഇവിടെയാണെങ്കിൽ ബസ്സില്ല, ലേറ്റാകും, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. അത്രയും ബസ്സുള്ളൂ. പിന്നെ ലേറ്റായാൽ എൻ്റെ വേറൊരു അനിയത്തിൻ്റെ അടുക്ക പോയിട്ട് അവിടെയാണ് ഉണ്ടാവുക. അപ്പം അന്നെന്തോ ആരുമില്ല, അല്ലെങ്കിൽ ലേറ്റാണെങ്കിൽ ചിലപ്പം വരും, ചിലപ്പം എൻ്റെ അനിയത്തിൻ്റെ അടുക്കാണ് താമസിക്കൽ. അപ്പം ഞാൻ ഒറ്റക്കായ ആ ഒരു ദിവസം എൻ്റെ പടച്ചോനെ, ഞാൻ മഗ്‌രിബ് നിസ്കാരവും കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് വാതിക്കൽ നോക്കി. വാതിക്കൽ ഒന്ന് വെറുതെ ആണെങ്കിൽ അങ്ങോട്ടും പതുക്കെയാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ നടക്കുമല്ലോ. നമ്മൾ എത്ര റെസ്റ്റാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആരും ഇല്ലയെന്ന് പറഞ്ഞാൽ ഒക്കെ നമ്മൾ തന്നെ ചെയ്യണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് എനിക്ക് എന്തോ തോന്നി അവിടെ ഇരിക്കണം എന്ന് ഗായ്സ്. അങ്ങനെ ഞാൻ അവിടെ സ്റ്റെപ്പ് കയറി വരുന്ന സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നു. എൻ്റെ മോനാണെങ്കിൽ ഞാൻ നടക്കുന്ന കാണുമ്പോൾ എന്നോട് എടുക്കുമെന്ന് പറയും. അവനെ എടുത്തിട്ടോ നടന്നിട്ടോ ഒന്നുമില്ല. അപ്പം എനിക്ക് ഭയങ്കര ആ ഒരു കേസിൽ മോൻ്റെ കാര്യത്തിൽ ഭയങ്കര സങ്കടമാണ്. ഇപ്പോഴും സങ്കടമാണ്. എൻ്റെ മോനെ എടുത്തിട്ടില്ലല്ലോ, കുട്ടി സമയം എനിക്ക് എടുക്കാൻ അങ്ങനെ പറ്റിയിട്ടില്ലല്ലോ. ഒരു വർഷം കഴിഞ്ഞ്, ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിശേഷമായിപ്പോയി. അപ്പോൾ പിന്നെ എനിക്ക് റെസ്റ്റും കിട്ടി. പിന്നെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു കേസിൽ തീരാ വിഷമം ഇപ്പോഴും ഉണ്ട്. വലുതായി കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞു വാവനെ എടുക്കുന്ന പോലെ എനിക്ക് എടുത്തിപ്പം നടക്കാൻ കഴിയില്ലല്ലോ. അതുണ്ടല്ലോ ഗൈസ്, നമുക്ക് ചെറിയ സമയത്ത് കഴിയുന്നത് ആ സമയത്ത് വേണ്ടേ, പറ്റിയിട്ടില്ല. പിന്നെ മുൻവശമാണ് വലിയ നീണ്ട് കിടക്കുന്ന വളപ്പാണ് മെയിൻ. പിന്നെ സൈഡിൽ വീടുണ്ട്. പക്ഷെ സൈഡിൽ വീടുണ്ടെങ്കിലും ആ വീട്ടിലും പ്രഗ്നൻ്റ് ആണ്, ആ വീട്ടിലുള്ള ആളും പ്രഗ്നൻ്റ് ആണ്. പിന്നെ നമുക്ക് വിചാരിച്ച പോലല്ല. ആ ഒരു സമയം ഞാൻ ഇരുന്നതിൻ്റെ ശേഷം സംഭവിച്ചതെന്ന് വെച്ചാൽ വലിയ കാറ്റടിച്ചു, ഇങ്ങനെ പെട്ടെന്ന് കാറ്റടിച്ചു, പെട്ടെന്ന് കോരിപ്പെയ്തു മഴ, ഇടി, മിന്നൽ. പടച്ചോനെ, ഞാനാകെ ഷോക്കാണ്. ഓൺ ദി സ്പോട്ട് കറണ്ട് പോയി, ഒക്കെ പെട്ടെന്ന് ഒരു ഇരുട്ട് വന്നു. ഞാൻ ശരിക്കും പെട്ടുപോയി. എൻ്റെ പൊന്നുമോൻ പേടിച്ച് എന്നെ കയറി പിടിക്കുകയാണ്. എനിക്കാണെങ്കിൽ എൻ്റെ തടി എന്ത് കളിച്ചിട്ടും എൻ്റെ ബോഡി പൊന്തുന്നില്ല ഗൈസ്. അങ്ങനെ ഞാൻ സങ്കടമാണെങ്കിൽ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ വീട്ടിൽ വളപ്പിൽ വെച്ചാൽ പന്നിക്കൂട്ടം ഉണ്ട്, ഒരുപാട് നായ്ക്കൾ ഉണ്ട്, ഒരുപാട് പിന്നെ കുറുക്കന്മാരുണ്ട്. അങ്ങനെ പാമ്പിൻ്റെ ഇനം എന്ന് പറഞ്ഞാൽ ഇനി എന്തൊക്കെ വരാനുണ്ട് അതൊക്കെ ഈ വളപ്പിലുണ്ട്. അങ്ങനെ ഒരു വലിയൊരു വളപ്പാണ്. പക്ഷെ ആരെയും ഇതുവരെ ദ്രോഹിച്ചിട്ടില്ല. അങ്ങനെയാണ്. മനുഷ്യന്മാരൊന്നും അധികം ഒന്നും സംഭവിച്ചിട്ടില്ല ഭാഗ്യത്തിന്. അപ്പം അങ്ങനെയുള്ള ആ വളപ്പ് പെട്ടെന്ന് അട്ടിമറിഞ്ഞ പോലെ ഉണ്ടായ ഒരു കാലാവസ്ഥ ഒക്കെ ചേഞ്ച് ആയപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ തരിച്ച്, സങ്കടം കൊണ്ട് ഒരു രക്ഷയില്ല. ആരെയും വിളിക്കാൻ പറ്റില്ല. പവർ കട്ടായപ്പം ഉള്ള എമർജൻസി അത് കേടുവന്നതാണ്. അപ്പം അതും കത്തൂല, എനിക്ക് എണീക്കാൻ കഴിയില്ല. ഫോൺ കത്തിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇടിമിന്നൽ കാരണം ഒന്നിനും കഴിയില്ല. റേഞ്ച് ഇല്ലാത്തൊരു ഏരിയയും കൂടിയാണ് എൻ്റെ വീട്. അപ്പം ഞാൻ നല്ല സങ്കടം വെച്ചാൽ നല്ല സങ്കടം. മോൻ എങ്ങനെയോ ഞാൻ ഇങ്ങനെ ടൈറ്റിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അവനെ ഓരോ ഇടി പൊട്ടുമ്പോഴും മിന്നലെറിയുമ്പോഴും ഒക്കെ. കാറ്റെന്ന് പറഞ്ഞാൽ എന്നെ തന്നെ കൊണ്ടുപോകും എന്നുള്ള പേടിയിലുള്ള കാറ്റും. അങ്ങനെ ഞാൻ സഹിച്ച് നിന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് 33 കിലോമീറ്റർ അങ്ങനെ ദൂരമുണ്ട്. അപ്പം അത് ഞാൻ ഏതോ ഒരു സമയം എൻ്റെ ഫോൺ റിങ്ങായി. ആളെന്നെ വിളിച്ചു.
എന്താ ചെയ്യുന്നേ ചോദിച്ചു. സാധാ എന്താ ചെയ്യുന്നെന്താ എന്ന് ചോദിച്ചപ്പോൾ ഹാളിൽ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഇരുന്നിട്ട് എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല, ഇവിടെ മഴയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ വരാമെന്ന് പറഞ്ഞു. ആ 33 കിലോമീറ്റർ ആൾ വന്നതിന് ശേഷമാണ് ഈ ഇടിയും അത്രയും കാറ്റും മഴയും, കറണ്ടും ഇല്ല, കറണ്ട് വന്നിട്ടുമില്ല അന്നത്തെ ദിവസം. അപ്പം ഞാൻ ആ ആൾ വന്നിട്ട് എൻ്റെ കൈക്കൊരു ബാലൻസ് തന്നപ്പോഴാണ് ഗൈസ് ഞാൻ എണീച്ചത്. അപ്പം എനിക്ക് ഇത് തീരാ വേദനയാണ്, തീരാ സങ്കടമാണ് നമ്മൾ അനുഭവിച്ച്. ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ അനുഭവിച്ച ഏറ്റവും മറക്കാൻ പറ്റാത്തതും ഏറ്റവും സങ്കടവും കൂടിയ ഒരു അനുഭവമാണ്. അപ്പം ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഞാൻ പറയുക അറിയില്ല ഇതിനെ. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള അനുഭവമൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ, പെട്ടെന്ന് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒന്നും വേണ്ട, നമ്മൾ പ്രാർത്ഥിക്കുക, ഒന്നും ഉണ്ടാവില്ല അങ്ങനെ. പക്ഷെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്കെന്തോ വലിയ അപകടം വരുന്നതായിരിക്കും, ഞാൻ എന്തോ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് എന്തോ വരുന്നുണ്ട്, അഥവാ പോവുകയാണോ അങ്ങനെ, അഥവാ എന്നെ വിളിക്കാൻ വരുന്നതാണോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് പോയിട്ടുണ്ട്. കറയൊക്കെ നീണ്ട് കിടക്കുന്ന മഴയും ഇടിയും അല്ല. ഇടി വെച്ചാൽ എൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ തീക്കനൽ മിന്നുന്ന പോലെ അങ്ങനെ കത്തുകയാണ്. ആകാശമൊന്നും നോക്കാൻ കഴിയുന്നുണ്ടായിട്ടില്ല. എവിടെയും ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയാലോ, ആ ഒരു ഹലോ ആക്കിയിട്ടില്ലെങ്കിൽ ഞാൻ എന്താ രാവിലെ വരെ അങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ടാവോ എന്നും അറിയില്ല. പക്ഷേ പഠിച്ച റബ്ബ് എന്നെ റേഞ്ചില്ലാത്ത ആ വീട്ടിലും കറണ്ടില്ലാണ്ടായിട്ടും എനിക്ക് ആ ഒരു റിങ്ങിൻ അടിഞ്ഞ് എനിക്ക് ഹലോ ആക്കിയിട്ട് എൻ്റെ കെട്ടിയോൻ തന്നെയാണെങ്കിലും എന്നെ വന്നിട്ട് ആ ഒരു കൈ തന്നുകൊണ്ടാണ് ഞാൻ അന്ന് എണീറ്റത് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ ഒരു ആമാന്ന് ഞാൻ വിളിക്കുക. ഓരെന്നെ രാത്രി വന്നിട്ട് ഒരു ടോർച്ചുണ്ട്, വലിയ ടോർച്ചും എടുത്തിട്ട് ആപ്പയും മാമയും വരും. എൻ്റെ ജനലിന് അങ്ങനെ അടിച്ച് വരും. എനിക്ക് എൻ്റെ അടുക്ക വരുന്നതെന്നുള്ള സൂചനയാണ് എൻ്റെ ജനലിന് ലൈറ്റ് വരുന്നത്. അപ്പം ഞാൻ പതുക്കെ എണീച്ച് ഓരെൻ്റെ വീട്ടിൽ ഡോറിൻ്റെ അടുക്ക് എത്തുമ്പോഴേക്കും അങ്ങനെ ലൈറ്റ് അടിക്കും. ഡോറിൻ്റെ അടുക്ക് എത്തുമ്പോഴേക്കും അവർ വന്ന് ഞാൻ തുറന്ന് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തോ കഷ്ടകാലത്തിന് അന്ന് വന്നിട്ടുമില്ല. ഇടയ്ക്ക് വരാണ്ടായിപ്പോവും. പ്രഗ്നൻസി ടൈമിൽ ദിവസവും വരത്തില്ല, ചില സമയം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വരാണ്ടായിപ്പോവും. അങ്ങനെയൊക്കെ എനിക്ക് കുറേ സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ടായി. പക്ഷെ അതിൻ്റെയൊക്കെ ഇടയിൽ എന്തൊക്കെയോ എനിക്ക് വന്നിട്ട് ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട്. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.